ഇവരെ മുഖാമുഖങ്ങള് ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാണ്, ജനങ്ങളെ എന്താ മലക്കുകളെ വിളിച്ച് ചോദിയാൽ ശിർക്കല്ലേ? ശിർക്കാണ്. മൊയ്യന്തി ശൈഖേ രക്ഷിക്കണേ, ശിർക്കാണോ? ശിർക്കാണ്. ഉറപ്പല്ലേ? ബദരീങ്ങളെ രക്ഷിക്കണേ, ശിർക്കാണോ? ആണോ? പറയിപ്പിക്ക, ശിർക്കാണ്. എന്നാൽ ജിന്നെ രക്ഷിക്കണേ എന്നാലോ ശിർക്കാണ്. എന്നാ സക്കരിയ സലായി പറഞ്ഞത് ശിർക്കല്ല. കണ്ടോ? ഈ ജാതി നാടകങ്ങളാണ് സുഹൃത്തുക്കളെ നടക്കുന്നതൊക്കെ. നമ്മുടെയൊക്കെ ജാമിയ പോലെയുള്ള പരിപാവനമായ സ്ഥാപനത്തിൽ ഈ ഗ്രൂപ്പ് കോക്കസ് കയറി കൂടിയിട്ട് നടത്തുകയാണ് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തെ ശിർക്കിലേക്ക് ആരോപിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇവിടെ ഇയാൾ പറഞ്ഞത് എന്താ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിക്കോളേയും. ഇയാൾ ചോദിച്ചത് മലക്കുകൾ ജിന്നുകൾ അവരുടെ സഹായം ചോദിക്കുന്നത് തെറ്റല്ല എന്ന് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മഹാന്മാരോടും ചോദിച്ചുകൂടെ എന്നാ മുസ്ലിയാരെ ചോദ്യത്തിന് മറുപടി കൊടുത്തെന്താ, കണ്ണിൽ കാണാത്തവരോട് എന്തെങ്കിലും ചോദിക്കാമോന്ന് നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയമല്ല. അപ്പൊ മലക്കും ജിന്നൊക്കെ കണ്ണ് കാണാത്തവരാണ്, അവരെ സാന്നിധ്യം ഉറപ്പിച്ചിട്ട് അവരോട് ചോദിച്ച തെറ്റല്ല, കുറ്റകരമല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാണ്ടില്ല. അത് നമ്മൾ ആദർശമല്ല. നമ്മൾ പറയുന്നത് അത് തെറ്റാണ് എന്നാണ്. മൂപ്പര് ഹാജറ ബീവി സംഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അങ്ങനെ പറയുന്നത്. പക്ഷെ ഹാജറ ബീവി സംഭവം നമുക്ക് തെളിവല്ല. അള്ളാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ ഒരിക്കലെങ്കിലും ഒരു മലക്കിനോടോ ഒരു ജിന്നിനോടോ ഒരു സഹായം തേടിയിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ്, ഹറാമാണ്. മാത്രമല്ല അത് ശിർക്കിലേക്കുള്ള വസീലയുമാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇനി മൂപ്പര് ഹാജറ സംഭവം വിശദീകരിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. അതേ ക്ലിപ്പിൽ തന്നെ. സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്ത ക്ലിപ്പിലേക്ക് നീങ്ങാം. അദ്ദേഹത്തോട് വേറൊരാൾ ചോദിക്കുകയാണ്, അല്ല അനസ് മുസ്ലിയാരെ, ശിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ? അത് കേട്ടോളൂ. ഒരു മടവൂരിയ ചോദിക്കുന്നത്, തിരുവനന്തപുരത്ത് നിന്നാ ചോദിക്കുന്നത്. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല തേട്ടവും ഉണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരിയല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്. ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ ഇപ്പൊ വടവൂരികൾ ഖുർആൻ സുന്നത്ത് അല്ലാതെ പറയുന്നത്. അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായത്തേട്ട് അങ്ങനെ ഉണ്ടോന്നാ, ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായത്തേട്ട് ഉണ്ടോന്നാ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയാം. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ല, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അല്ലാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. കണ്ടോ? ഒരു ജിന്ന് ഏതെങ്കിലും രൂപത്തിൽ വന്നു, ചിലപ്പോ പട്ടിയായിട്ടാവാ, കറുത്ത പൂച്ചയായിട്ടാവും. മൂപ്പര പ്രബന്ധത്തിലുണ്ട്. ജംബിയത്തുല്ലമക്ക് കൊടുത്ത സക്കരിയ കൊടുത്ത പ്രബന്ധം ഉണ്ണിക്കുട്ടിയോലി ഇങ്ങനെ കൊണ്ടെടുക്കണ്ടല്ലോ. അനസും അനീഫിയും കൊടുത്ത പ്രബന്ധം എന്താ കൊണ്ടെടുക്കാത്തത്? അതൊന്ന് പറഞ്ഞു കൊടുക്കി ജനങ്ങൾക്ക്. കറുത്ത പട്ടിയായിട്ടും കറുത്ത പൂച്ചയായിട്ടും ഒക്കെ വരും. ചുടുവെള്ളം ഒഴിക്കുമ്പോൾ ജിന്നുണ്ടെങ്കിൽ പരിക്ക് പറ്റും, എന്തെങ്കിലും വലിച്ചെറിയുമ്പോൾ ജിന്നിന് പരിക്ക് പറ്റും എന്നൊക്കെ പോലെ പ്രബന്ധത്തിലുണ്ട്. ജംബിയത്തുല്ലമക്ക് അവർ കൊടുത്ത പ്രബന്ധത്തിൽ അതൊക്കെ ഉണ്ട്. അത് ഞമ്മന്റെ ആളാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. അത് മൂപ്പര് പറയുന്നില്ല. ഇത് തനിച്ച ഗ്രൂപ്പിസമാണിത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. മൗലവിയെ പോലുള്ള ഒരാള്, ആദരണീയനും പൊതുരംഗത്ത് അറിയപ്പെട്ട ഒരാളും ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് ഇങ്ങനെ പറയാൻ തന്നെ വളരെ ഖേദമുണ്ട്. അതിൽ ഒരു യോഗത്തില്ല, 2 യോഗത്തില്ല, പല യോഗത്തിലും ഇയാള് ആളുകളിലേക്ക് ഇറങ്ങിക്ക, ഓരോ മേഖലയിലും ഡേറ്റ് കൊടുത്ത് പോയിട്ട് ഇത് പഠിപ്പിക്കുക. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി ഇത് പഠിപ്പിക്കുക. നിങ്ങളൊന്ന് പഠിപ്പിച്ചുണ്ടാക്കി കാണാലേ നമുക്ക്. നിങ്ങളത് ഓരോന്നും ഞങ്ങളിവിടെ പറയാൻ തുടങ്ങിയാല്
ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മക്കളുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്, കുടുംബവുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. ഇതൊന്നും പറയാൻ വിചാരിച്ചല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയേണ്ടി വന്നതാണ്. ഒരുപാട് ക്ഷമിച്ചു, 6 മാസം ക്ഷമിച്ചു. ഇരിക്കട്ടെ, ആ പ്രബന്ധം എഴുതിയിട്ടുള്ള അനസ് മുസ്ലിയാർ അവരുടെ പ്രബന്ധത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു ജിന്ന് വന്നു. അപ്പൊ മൂപ്പർക്ക് അദ്ദേഹത്തെ കാണാം. അരെ, രൂപം മാറി വന്ന ജിന്നിനെ കാണാം. ആർക്ക് കാണാം? അനസ് മൗലിക്ക് കാണാം. അപ്പൊ മൂപ്പര് ചോദിക്കാണ്, എന്താ ജിന്നെ, സുഖാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ശിർക്കല്ല. ആരെങ്കിലും കേട്ടണതൊക്കെ കേട്ടണോ? ഇതൊക്കെ CD ആയിട്ട് കിട്ടും. ഇത് 2009 ഇതിനു മുമ്പ് പ്രസംഗിച്ച 2011 ആറ്റിങ്ങൽ, ഇത് തിരുവനന്തപുരത്താ. അപ്പൊ ശിർക്കാകാത്തൊരു സഹായതായിട്ട് ഉണ്ടോന്ന് അയാളെ ചോദ്യം. ഉണ്ട്, ഇല്ല, എല്ലാം ശിർക്കാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ. മടവൂരിയോട് ചോദിച്ചു നോക്കാം, മറ്റേ ബുക്ക് വായിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എവിടുക്കാ കൊണ്ടുപോകുന്നത്? ഇങ്ങനെ ഒരു ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല. ഇനി മൂപ്പര് സുലൈമാൻ നബിന്റെ സംഭവം തെളിവ് പറയുന്നത് കേട്ടോളി. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ? അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായി രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. കണ്ടോ? ആരെങ്കിലും സുലൈമാൻ നബി ആ ജിന്നുകളോട് സഹായം ചോദിച്ചത് യഥാർത്ഥ സഹായം ചോദിച്ചിട്ടില്ല, പണിയെടുപ്പിച്ചതാ. അത് സഹായം ചോദിക്കല്ല, കീഴ്പ്പെടുത്തി കൊടുത്താൽ എടുക്കണം, അത് അങ്ങോട്ട് എടുക്കാം എന്ന് പറഞ്ഞതാ. മൂപ്പരതിനെ അങ്ങനെ ആക്കി മാറ്റാം. ഖുറാഫികളെ സഹായം ചോദിച്ചതാണ് പറയല്. അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ എന്തായി? അത് ഖുർആനിന് വിരുദ്ധമാണ്. മാത്രല്ല, ഒരു ജിന്ന് വന്നിട്ട് അത് ജിന്നാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വഹയ് വേണമെന്നാ. അങ്ങനെ മനസ്സിലാക്കൽ മുഅ്ജിസത്താണെന്നാ. അപ്പൊ അനസ് മൗലിക്ക് വഹയുള്ള മുഅ്ജിസത്തുള്ള കാലത്ത് പറഞ്ഞാണ് നേരത്തെ പറഞ്ഞത്. ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസം നീക്കി തരണേ, ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കൊടും പാപമാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇൻ തദ്ഉഹും. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം, ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മലക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ആ പ്രാർത്ഥന അവരിലേക്ക് തിരിച്ചാൽ ഒരിക്കലും ഉത്തരം തരില്ല. കണ്ടോ? വ്യക്തമായി. എപ്പോഴാ പ്രാർത്ഥനയാകുക? ജിന്നെ സഹായിക്കണേ, ജിന്നെ രക്ഷിക്കണേ, ജിന്നെ എന്റെ പാപം പൊറുക്കണേ എന്നിങ്ങനെ അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ജിന്നിനോട് ചോദിച്ചാൽ അതാണ് ശിർക്ക്. അതേ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ശിർക്കായി പറഞ്ഞിട്ടുള്ളൂ. ശിർക്കാകാത്തത് മൂപ്പർ ആദ്യം പറഞ്ഞു. ശിർക്കാകുന്നത് എപ്പോഴാണ്? ദുആ ആകുക, അപ്പോഴേ ശിർക്കാകുള്ളൂ. അപ്പോഴേ ഇൻ തദ്ഉഹും ഓതാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇൻ തദ്ഉഹും ഓതലപ്പോഴാ പ്രാർത്ഥനയാവുമ്പോ മൂപ്പർ ഓതി. ഈ കേട്ടോളൂ, ബാക്കി കേട്ടോളി. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല. പ്രാർത്ഥനാഭാവമുള്ള ഒരു തീട്ടവും ജിന്നിനോടല്ല, മലക്കിനോടല്ല, മനുഷ്യരോടല്ല, ഒരാളോടും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരും ഉത്തരം തരില്ല. ജിന്ന് തരില്ല, മലക്ക് തരില്ല, അതുപോലെ തന്നെ മനുഷ്യൻ തരില്ല, പ്രവാചകന്മാർ തരില്ല, ആരും തരില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടവൂരികളാണ്. ഇത് ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറയുന്നവരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പറ്റുള്ളൂ. ജിന്നിനെ ഞാൻ പറഞ്ഞു, അവരെ കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ഘട്ടം ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അഭൗതികമായ മാർഗത്തിൽ ഒരാളോടും തേടാൻ പാടില്ല, ജിന്നിനോടും പാടില്ല. ആ അഭൗതികമായ മാർഗത്തിൽ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, കുഫ്റാണ്, യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, അപ്പൊ വ്യക്തമായി ഒരു മലക്കിന്റെ ജിന്നിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന്റെ കഴിവപ്പെട്ടത് ചോദിച്ചാൽ അത് ശിർക്കല്ല, കുഫറല്ല. പ്രാർത്ഥനയാണോ? അത് ശിർക്കാണ്, കുഫറാണ്.
ഇത് ഇങ്ങനെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു പോന്നു, ഒരു പ്രശ്നമല്ല. ഇപ്പൊ ഇവർ പറയുന്നത് തിരുത്തണമെന്ന്. അതിനെന്താ? ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലും അയസനിമാരുടെ മുമ്പിൽ ഇവർ രണ്ടാളും ഉത്തരം മുട്ടിയും. അതിന് മുജാഹിദിന്റെ ആദർശം മാറ്റല, ഓല് പഠിച്ചു വരിക എന്നല്ലാതെ. ഇവര് രണ്ടാളും വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ പോയപ്പോ അഹസനിമാരുടെ മുമ്പിൽ ഉത്തരം മുട്ടി, ചക്കരപ്പറമ്പിൽ മുട്ടി, അതുപോലെ മറ്റോടത്ത് മുട്ടി. അതുകൊണ്ട് ആദർശം മാറ്റിയല്ലാതെ ഞാൻ നിലനിൽക്കാൻ കഴിയൂല. ആദർശം മാറ്റിയാൽ നിലനിൽക്കാൻ കഴിയൂല. നാണം കെട്ടില്ലേ നമ്മള്? ഖുറാഫികളുടെ മുമ്പിൽ നാണം കെടും. പക്ഷെ യഥാർത്ഥ മുജാഹിദ് ആദർശം നാണം കെടില്ല. ഈ കോക്കസിന്റെ പുതിയ 2012 തൗഹീദ് നാണം കെടും. യഥാർത്ഥ സലഫി പ്രസ്ഥാനത്തിന്റെ പഴയ തൗഹീദ് അത് നാണം കെടൂല. അത് നാണം കെടുകയും ഈ മഹത്തായ പ്രസ്ഥാനവും നാണം കെടൂല ഇൻഷാ അല്ലാഹ്. ഈ കോക്കസ് ഇതിൽ നിന്ന് ചക്ക തിന്നുമ്പോ കുരുക്കളും തന്നെ പോലെ അതുപോലെ പോകും. ഈ വിശദീകരണം ഇങ്ങനെ നടന്നു വരുമ്പോ ആ കോക്കസ് പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ പ്രസ്ഥാനവും ഈ ആദർശവും രക്ഷപ്പെടും. അതിനുള്ള പ്രവർത്തനമാണ് സുഹൃത്തുക്കളെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? എന്നെ പുറത്താക്കിയത് വരെ ഇപ്പോഴും വെല്ലുവിളിച്ചു. ഞാൻ എവിടെയെങ്കിലും ജിന്നിനോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞ ക്ലിപ്പുണ്ടോ? 21 ക്ലിപ്പുണ്ട് നേരത്തെ ഇവിടുത്തെ മുരീദന്മാര് പറഞ്ഞെടുക്കണത്. ഒരൊറ്റ ഒന്ന് കൊണ്ടുവരട്ടെ. അങ്ങനെ പല സിൽബന്തികളും ഉണ്ടാവും, പല നക്കാപ്പിച്ചയും കിട്ടി ജീവിക്കണോല്. ഒരുത്തരൻ്റെ ഒരു മാഷ് ആ മുടപ്പല്ലൂര് ഭാഗത്ത് അയാൾ പറയത്രേ, ജക്കരിയ സലാഹി റുഖ്യ നടത്തിയിട്ട് മന്ത്രവാദം നടത്തിയിട്ട് 10,000 റുപ്യ വാങ്ങി. ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്നവര് മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൂപ്പർക്ക് റേഷൻ കിട്ടുന്നത് പള്ളിയിലാണെങ്കിൽ അതിന് അവിടെ കൂറുകെട്ടിയ പോലെ. എന്നോട് എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയണം. എത്ര ആളെന്നോട് വിളിച്ച് ചോദിച്ചറിയോ? ഇയാള് കുപ്രചരണം കൊണ്ട് ഒരു വിവരമല്ല, ജഹാലത്ത് മാത്രമുണ്ട്. എന്നാ പിന്നെ എങ്ങനെ കുപ്രചരണം നടത്തല? എന്താ സുഹൃത്തുക്കളെ ഇത്? ഈ രൂപത്തിലൊക്കെ കുപ്രചരണം നടത്താൻ പറ്റുമോ? ഇരിക്കട്ടെ, എന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞെന്താന്നറിയോ? ഞാൻ അയ്യപ്പ ശരണെന്ന് വിളിക്കാന്ന് പറഞ്ഞാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സംഗതി എന്താണെന്നറിയങ്ങളെ, എന്നെ നിർബന്ധിച്ച് ഒപ്പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. ശിർക്കല്ലാത്ത കാര്യം ശിർക്കാണെന്ന് തീരുമാനിച്ച് ഒപ്പിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരാരും ഒപ്പിടാത്ത കാര്യം അത്. നമ്മളൊരു പണ്ഡിത സംഘടന ഒരു വ്യക്തിയല്ല. ഒരു പണ്ഡിത സംഘടന നാളിതുവരെയുള്ള സലഫി പണ്ഡിതന്മാർ ചെയ്യാത്തൊരു കാര്യം എഴുതി വെക്കാന്ന് പറഞ്ഞ ചരിത്രത്തിൽ അതൊരു കളങ്കല്ലേ നമുക്ക്. ഇവരെല്ലാരും കൂടിയിട്ട് ഒപ്പിടന്നെ വേണമെന്ന് നിർബന്ധിച്ചിട്ട് ഭീഷണിപ്പെടുത്തി. സക്കരിയ അവിടെ ഒപ്പിട്ടില്ലെങ്കിൽ ഈ സംഘടന പിളരാൻ പോവുകയാണ്, ഇത് 2 കഷ്ണമാകാൻ പോവുകയാണ്, ആളുകൾ തമ്മിൽ ചേരിതിരിയാൻ പോവുകയാണ്, ഇനിയും കുഴപ്പങ്ങളും കേസും പ്രശ്നങ്ങളും വരാൻ പോവുകയാണ്. ഒരൊറ്റ ഒപ്പ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും. നീ ഇത് ഒപ്പിട്ട ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. ഏതായാലും ഇത് ജായിസാന്ന് എനിക്ക് അഭിപ്രായമില്ലല്ലോ. ഭൗതിക കാര്യങ്ങൾ പോലും ചോദിക്കാൻ പാടില്ല, ഹറാമാണ്, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്, അത് ബാബ് അടക്കേണ്ടതാണെന്നൊക്കെയല്ല എൻ്റെ അഭിപ്രായം. പിന്നെന്താ സക്കരിയ, വസീലത്തിനുള്ള ശിർക്കുന്നവർ വലിയ വ്യത്യാസം ഉണ്ടോ? ഒന്ന് ഒപ്പിട്ടൂടെ? അങ്ങനെ നിർബന്ധിച്ചു. അപ്പൊ നിർബന്ധിച്ചപ്പോ ഞാൻ ഭയപ്പെട്ടു. സംഘടനാ സംവിധാനം ഉപയോഗിച്ച് എനിക്കതിൽ കുപ്രചരണം നടത്തും. കാരണം സംഘടന അവരുടെ കയ്യിലാണല്ലോ. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി അവിടെ വെച്ച് പറയും ചെയ്തു, ഇവിടെ ചെറുശ്ശേരിയെ പറ്റിയും കാന്തപുരത്തെ പോലെയുമാകും അടുത്ത തലമുറ നിന്നെ ഓർക്കുക കേരള ചരിത്രത്തിൽ. അങ്ങനെ നിർബന്ധിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ചത് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ് ഈ സംഘടന ഇനിയും പിളരുമെന്ന് പറയുന്നത്. കഴിഞ്ഞൊരു പിളർപ്പിന്റെ പരിക്ക് തന്നെ നമുക്ക് തീർന്നിട്ടില്ല. അത് ആദർശപരമായിരുന്നു, ആരോടും പറഞ്ഞു കൊടുക്കുക. ഇന്ന് നമ്മളൊക്കെ വ്യക്തമായ തെളിവുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇങ്ങനെ തൗഹീദും ശിർക്കിന്റെ പേരിൽ ഇസ്ലാഹി പ്രസ്ഥാനം പളരുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല എന്ന നിലക്ക് ഞാൻ നിർബന്ധിച്ചു. അപ്പൊ അതിനെപ്പറ്റി വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുഫറിന്റെ വാക്ക് നിർബന്ധിച്ചിട്ട് പറഞ്ഞാൽ പോലും ഖുർആൻ അനുസരിച്ച് തെറ്റില്ല എന്ന് ഖുർആൻ സൂറത്ത് നഹ്ലിലെ 106-ാമത്തെ ആയത്തുണ്ട്. ഇല്ലാമൻ ഉക്രിഹ വകൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ആരെങ്കിലും സത്യവിശ്വാസത്തിന് ശേഷം ഒരു കുഫറിന്റെ വാക്ക് പറഞ്ഞു, പക്ഷെ അയാളുടെ മനസ്സ് സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതാണ്, എങ്കിൽ അയാൾക്ക് കുറ്റല്ല. ഈ ആയത്ത് ഞാൻ ഓതിയപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മളിപ്പോ ഇങ്ങനെ വണ്ടിയിൽ പോവാണ്. അപ്പൊ അയ്യപ്പൻ വെളുപ്പുകാര് അല്ലെങ്കിൽ താലപ്പൊലിക്കാർ തടഞ്ഞു നിർത്തി. നമ്മളോട് പൈസ വെച്ചു, വണ്ടി കൈയടിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു പൈസ തരാൻ പറ്റില്ല, നിങ്ങൾ അമ്പല വിശ്വാസികൾ നടത്തല്ലേ, നിങ്ങൾ നടത്തേണ്ടതല്ലേ, നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനക്കാണ്, നമ്മൾ തരാം എന്നൊക്കെ പറഞ്ഞാൽ ചിലവർ വിടും. ചില ഇറങ്ങാവുന്നു, ഓന്റെ ഒരു ജീവകാരുണ്യ എന്ന് പറഞ്ഞ് ഇറക്കി വിളിക്കട അയ്യപ്പ ശരണം എന്ന് വിളിക്ക് എന്ന് വിളിപ്പിച്ചാൽ ചിലപ്പോ നിർബന്ധിയ സാറ്റ് നമ്മൾ വിളിച്ചു പോകൂലേ എന്ന് ഞാൻ പറഞ്ഞു. അത് അവിടെ നിർത്തി. കണ്ടോ, നിങ്ങൾ വിളിക്കോ അനസീവിക്ക, നിങ്ങൾ വിളിക്കോ അയ്യപ്പ ശരണം, വിളിക്കോ വിളിക്കാന്ന ഇയാൾ പറയണത്. അങ്ങനെ എന്താക്കി അയ്യപ്പാശൽ കണ്ടോ, എന്നിട്ട് ഒരായത്തോതി, ഇതാ ശിർക്കിലേക്ക് പോയാൽ പിന്നെ ആകാശത്തുനിന്ന് വീണവനെ പോലെയാണെന്നൊരു പ്രസംഗം.
എന്നിട്ട് അങ്ങനെ പറഞ്ഞെടുക്കുക. എന്നിട്ട് ഇപ്പൊ ജാമ്യന്ന് കുറച്ച് ഗ്രൂപ്പ് മീറ്റിങ്ങിനെ കുറെ ചെക്കന്മാരെ കൊണ്ടുപോയിട്ട് കുറെ ഫോട്ടോസ്റ്റാറ്റും 1/2 മിനിറ്റ് ക്ലിപ്പ് 12 സെക്കൻഡ് ക്ലിപ്പ് 9 സെക്കൻഡ് ക്ലിപ്പ് ഒക്കെ കയറ്റി കൊടുത്തിട്ടുണ്ട്. എടവണ്ണ ജാമ്യയിൽ ഗ്രൂപ്പ് കേന്ദ്രമാണല്ലോ. ഈ 1/2 മിനിറ്റ് ക്ലിപ്പും 9 സെക്കൻഡ് ക്ലിപ്പൊക്കെ ആരെ പണിയാ? ഖുറാഫിയുടെ പണിയാ. അത് കണ്ട് വിശ്വസിച്ച് നടക്കാൻ നമ്മളെ മണ്ഡലം സെക്രട്ടറിമാരും മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ. ഉണ്ണിക്കുട്ടി മൊയ്ലീനെ സത്യവിശ്വാസം സ്വീകരിച്ച മുഅ്മിനായ ആള് എങ്ങനെ കളവ് പറയുമോന്നും ചോദിച്ചിട്ട് പിന്നാലെ കൂടിക്കുക. 23 നടപടിക്രമം കേട്ടിട്ട് നെട്ടിപ്പോയി എന്നാണ്. ഇന്റെ 30 അപ്പുറത്തുണ്ട്. അത് വായിച്ചു നോക്കിയിട്ടില്ല. ഇരിക്കട്ടെ, കേട്ടോളി സുഹൃത്തുക്കളെ, എന്താ ഞാൻ പറഞ്ഞത്? ആ സംഭവം ഞാൻ തൃശ്ശൂരിൽ വിശദീകരിച്ചെന്ന് കേട്ടോളി. കണ്ടോ, ഇബാദത്താകുന്ന ഇസ്തിആനത്തിനെ പറ്റിയാ ചോദിക്കൽ. ലാ യജൂസു സർഫുഹാ ലിഗൈരില്ലാ ലാ മിനൽ ജിന്നി വലാ മിനൽ ഇൻസി വലാ മിനൽ മലായികത്തി വലാ ഗൈരിഹിം. ആ ഇബാദത്ത് തിരിച്ചുവിടാൻ പാടില്ല. ജിന്നിലേക്കും തിരിച്ചു വിട്ടൂടാ, മലക്കിലേക്കും തിരിച്ചുവിടാ, മനുഷ്യനിലേക്കും തിരിച്ചു വിട്ടൂടാ. കണ്ടോ, അപ്പൊ എല്ലാ സഹായത്തോട്ടവും ശിർക്കാണെങ്കിൽ മനുഷ്യനോട് സഹായത്തോട്ടം ശിർക്കാന്തിൽ വന്നിടോ. വൈരുദ്ധ്യാണിത്. നോണ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇതിനെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത് ആലോചിച്ച് നോക്കണം. ഇതിന് ഒപ്പിടണം. ഞാൻ ഒപ്പിടാൻ ഒരു സൂക്ഷ്മത കാണിച്ചപ്പോ എന്താ പറഞ്ഞറിയോ? ഇവിടെ നിറങ്ങിയാൽ ഇതാ സംഘടന വളരാൻ പോവാണ്, അന്റെ വസീലത്ത് ശിർക്ക് വരാമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. ശിർക്കാണെന്ന് ഞങ്ങൾ ഒപ്പിട്ട പോൻ ഒപ്പിട്ടില്ല എന്ന് പറയും. നീ ഇവിടെ നിന്നിറങ്ങി ആ സംഘടന 2 കഷ്ണമാകാൻ പോവാണ്. സംഘടന ഛിദ്രത വരാൻ പോവാണ്. ഇവിടെ കാന്തപുരത്തെയും ചെറുശ്ശേരിയെയും ഒക്കെ നാളെ ഈ സമുദായം എങ്ങനെയാണ് ഓർക്കുന്നത്, അങ്ങനെയായിരിക്കും സക്കരിയ നിന്നെ ഓർക്കുക. ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് സംഘടന ഉപയോഗിച്ച് അന്റെ എല്ലാം ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. സംഘടന പിളരും, സംഘടനയിൽ ഐക്യം ഉണ്ടാവില്ല, ഛിദ്രത ഉണ്ടാവില്ല. വസീലത്തിന്റെ ശിർക്കും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഒന്നണ്ട് ഒപ്പിട്ടൂടെ സക്കരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ ഫിത്തന ഭയപ്പെട്ടിട്ട് ഒപ്പിട്ടു. ഖുർആനിൽ പറഞ്ഞല്ല, ഇല്ലാമൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവന്റെ ഹൃദയം മുത്മഇന്നും ബിൽ ഈമാൻ, വിശ്വാസത്താൽ സമാധാനമടഞ്ഞതാണ്. ഇപ്പൊ നമ്മള് ഒരു ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, പോകുമ്പോ അയ്യപ്പൻ വിളക്കിന് വണ്ടി കൈയാട്ടി നിർത്തി പൈസ എടുക്കൂലാർന്ന പറയണ വണ്ടി വിളിക്കടാ അയ്യപ്പ ശരണം വിളിക്കടാ. വിളിക്കൂല നമ്മള് അയ്യപ്പ ശരണം. നമുക്ക് അയ്യപ്പ ശരണം അല്ലാതെ മനസ്സിലുണ്ടാവൂലേ? അതുപോലെ എന്നെ ഹറാസ് ചെയ്തിട്ട് അവസാനം ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോ പിന്നെ സലഫിന്റെ ഡയലോഗ്, നീ നിർബന്ധിച്ച് ഒപ്പിടിച്ചാന്ന് പറയുന്നത് കേട്ടോ. അതാണ് കുതന്ത്രം. ഞാൻ ഒപ്പിട്ടു. ഞാനെന്താ TP പറഞ്ഞത്, പ്രശ്നം ഇവിടെ തീരും സക്കരിയ. നീ ഒരു ഒപ്പിട്ട ഈ പ്രശ്നം ഇവിടെ തീരും. പിന്നെ നമ്മക്കടിൽ 2 അഭിപ്രായം ഉണ്ട് എന്നറിയില്ല. നമ്മൾ എന്തിനാ 2 അഭിപ്രായം ഉണ്ടാണ്? അപ്പൊ ഈ പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഇന്റെ ഒരു ഒപ്പുകൊണ്ട് തീരുകയാണെങ്കിൽ എനിക്കതിലോട്ട് വിശ്വാസമല്ല. ജമിയത്തുൽമന്റെ ഫത്വ പറഞ്ഞ അത്ര ആളുകൾ അങ്ങനെ വലിയ ഫുർഖാനുൽ അലീമായി കൊണ്ടെടുക്കുന്ന സാധനമല്ല. ആ നിലക്ക് ഞാന് ഒരു ഫിത്ന ഒഴിവാക്കാൻ, ചിത്രത ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു. പക്ഷെ പിറ്റേന്ന് ജാമ്യന്ന് പ്രചരണം, ചെറുശ്ശേരിയെയും കാന്തപുരത്തെയും നേരിടുന്നത് പോലെ നിന്നെ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞപ്പോഴാണ് സക്കരിയ ഒപ്പിട്ടത്. അപ്പൊ പിന്നെ സലഫിൻ എന്തിനാ കൂട്ടിക്കൊണ്ടുപോയത് മഞ്ചേരിക്ക്? കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അനസിന് ഫോൺ ചെയ്തു, അനീഫാക്ക് ഫോൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ നിന്നിട്ട് പറയാ 3 വട്ടം ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഏത് 3 വട്ടം? ഒന്നിതാ കണ്ടോ. ഞാനാ പറഞ്ഞത് എന്താന്ന് ഇപ്പൊ നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? അതിന്ന് പകുതി ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് കണ്ടോ അയ്യപ്പാന്ന് വിളിക്കാന്ന് പറയണേ. അയ്യപ്പാന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എവിടെ എത്തി? പോയി എവിടെ എത്തി കേട്ടോളി എന്ന് പറഞ്ഞിട്ട് ഈ ക്ലിപ്പ് മുറിച്ചിടുക. എന്തൊരതപ്പതനെന്നാലോചിച്ചു. ഇതൊക്കെ ദീനീ പ്രവർത്തകർക്ക് യോജിച്ചതാ. ഞാൻ ഇപ്പൊ നമ്മുടെ തർക്കം എന്താ? നിർബന്ധിക ഘട്ടത്തിൽ ഒരാളൊരു കുഫറിന്റെ വാക്ക് പറഞ്ഞാ അത് ശരിയാണോ അല്ല? അതാപ്പൊ തർക്കം ജിന്നിനോട് സഹായം ചോദിക്കലും അത് ശിർക്കാകാത്തതും ഹറാമാകുന്നു. അതാ തർക്കം. ആ തർക്കം തന്നെ 2011 തെരഞ്ഞെടുപ്പിന് വേണ്ടി അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയതാ. മൂപ്പരന്റെ പ്രശ്നം ഉണ്ടാക്കും, മൂപ്പരനെ പരിഹരിക്കും. സക്കരിയ സലാഹി പറയുന്ന അദ്ദേഹത്തിന്റെ വലിയ ശത്രുവാണെന്ന് പറയുന്ന അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തെ എന്തിനാ നിർബന്ധിച്ചൊപ്പിടിച്ചത്? പുറത്താക്കാനാണെങ്കിൽ ഒപ്പിടിക്കോ? അതല്ലേ തന്ത്രം. പ്രശ്നം മൂപ്പരുണ്ടാക്കുക, മൂപ്പരന്റെ പ്രശ്നം പരിഹരിക്കുന്ന ആളായിട്ട് രംഗത്ത് വരികയും ചെയ്യാ. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്തിനാ ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇപ്പൊ ഈ ചർച്ച ലൈവാക്കി നിർത്തുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലേക്ക് പോവുകയായിരുന്നു. അബ്ദുറഹ്മാൻ സലഫി ശക്തമായ ഇടപെടൽ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനം ശിർക്കിലെത്തുമായിരുന്നു. ഈ പ്രസ്ഥാനത്തെ ശിർക്കിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ അല്ലാഹു ഇറക്കിയ മുജദ്ദിദാണ് നമ്മുടെ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയാനാ. അത് പറഞ്ഞ് നടക്കാപ്പോ മുരീദന്മാര്. അപ്പൊ മൂപ്പരെന്നെ ആദ്യം 2011 ഈ ചർച്ച എടുത്തിട്ടു. എന്നിട്ട് പ്രശ്നമാക്കിയിട്ട് അവസാനം സക്കരിയ ഒന്ന് ഒപ്പിട് മൂപ്പര് പരിഹാരക്കാരനുമായി.
ഇതാണ് കുതന്ത്രം. ഇത് ഉണ്ണിയൻകുട്ടി മൗലിക്ക് ഇത് തിരിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. സാധുക്കളാ ചിലക്ക് ഇത് തിരിഞ്ഞില്ല എന്ന് പറയാം. അങ്ങനത്തെ കുതന്ത്രമൊക്കെ വേഗം മനസ്സിലാകുന്ന ആളാണ് ഉണ്ണിയൻകുട്ടി മൗലവി. മനസ്സിലായില്ലേ? അപ്പൊ കുതന്ത്രം മനസ്സിലായിക്കൊണ്ടു തന്നെ അബ്ദുറഹ്മാൻ സലഫിയുടെ കൂടെ നിൽക്കുന്നു ഉണ്ണിയൻകുട്ടി മൗലവി. അതാ ഇവിടുത്തെ പ്രശ്നം. പാലക്കാട്ടെ പഴയ പ്രശ്നം നമുക്ക് കൂട്ടിക്കെട്ടണ്ട, അത് നമുക്ക് വേറെ പറയാണ്ട് പറയും. അത് A to Z വേറെ പറയാ. ഇവിടെ പ്രശ്നം സംഘടനയിലുള്ള ഒരു കോക്കസിന്റെ കൂടെ ജില്ലാ സെക്രട്ടറി നിൽക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ പോയിട്ട് നോക്കണം. സൂറത്ത് നഹലിലെ 106-ാമത്തെ ആയത്ത്. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും ചെറിയ മുണ്ടവും എഴുതിയ പരിഭാഷയിലുള്ളത്, അള്ളാഹു നോക്കുന്നത് മനുഷ്യരുടെ മനസ്സിലേക്കാണ്. മനസ്സിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ അവിശ്വാസ പ്രഖ്യാപനം നടത്തുകയോ വിഗ്രഹ പൂജ നടത്തുകയോ ചെയ്തു പോയാൽ അയാൾ കുറ്റക്കാരനല്ല. ഞാൻ എന്തേ പണ്ടുള്ളൂ, ഒരു വാക്ക് പറയാം, മനസ്സിലില്ല, ഒരു വാക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയാ, അത് തെറ്റില്ല. അന്ന് ഖുർആൻ പരിഭാഷയില്ല. അവിടെ വിഗ്രഹ പൂജ ചെയ്താൽ പോലും കുറ്റല്ല എന്ന് ആര് പറയണേ? ചെറിയമുണ്ട. ചെറിയമുണ്ട ഇപ്പൊ മുശ്രിക്കായി പോയല്ലേ. ഇവരെ കണക്കനുസരിച്ച് ഇപ്പൊ ചെറിയമുണ്ട എഴുതിയത് ശിർക്കാണ്, മടവൂരികളെ കണക്കനുസരിച്ച് ശിർക്കാണ്, നവമടവൂരികളെ കണക്കനുസരിച്ച് ശിർക്കാണ്. അപ്പൊ ചെറിയമുണ്ട മുശ്രിക്കായി. ഇപ്പൊ അദ്ദേഹത്തിന്റെ പരിഭാഷ പിൻവലിക്കണം. സ്നേഹ സംവാദത്തിൽ ചോദ്യോത്തരം കൈകഴിഞ്ഞ മൂപ്പരാണ്, മോദം ഒഴിവാക്കണം. ഇരിക്കട്ടെ, അത് വേറെ വിഷയം. ഈ ആയത്തിന്റെ തഫ്സീർ പരിഭാഷയിൽ അമാനി മൗലവി പറഞ്ഞത് എന്താ? സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിക്കുന്നതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത വല്ല നിർബന്ധത്തിനും വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്നൊഴിവാണെന്നും മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. വ്യക്തല്ലേ? ഇനി അതിന്റെ സബബുൻ നുസുൽ, ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഇല്ലാമൻ നുക്രിഹ എന്ന വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം. ശത്രുക്കളുടെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്ത് രക്ഷപ്പെട്ടു. സഹാബിയായ അമ്മാർ ഇബ്നു യാസിർ ശത്രുക്കൾ മർദ്ദിച്ചിട്ട് പറയണ മുഹമ്മദ് നബിയെ പറ്റി ചീത്ത, അപ്പൊ ചീത്ത പറയണം, ഞങ്ങളെ ദൈവങ്ങളെ പറ്റി നല്ലത് പറ, ലാത്തിനെ പറ്റി ഉസ്സനെ പറ്റിയും പ്രശംസിച്ച് പറ. അപ്പൊ ശിക്ഷ പേടിച്ചിട്ട്, മർദ്ദനം പേടിച്ചിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു, എന്നിട്ട് രക്ഷപ്പെട്ടു. വളരെ വ്യസനത്തോടു കൂടി ആ വിവരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ തന്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു. നീ ആ കുഫറിന്റെ വാക്ക് പറയുമ്പോ നിന്റെ മനസ്സെങ്ങനെ ഉണ്ടായിരുന്നു? റസൂലിന്റെ ചോദ്യം. തന്റെ മനസ്സ് ഈമാൻ അഥവാ സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദൂ ഫഉദ്, അവർ ഇനിയും ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെ പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിന്റെ വിധി പൊതുവായിട്ടുള്ളതു തന്നെ, സംശയമില്ല. അപ്പൊ അമ്മാർ ഇബ്നു യാസിർ ചെയ്തതുപോലെ ചെയ്യാന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അതിനാണ് എന്റെ പേരിൽ ബീരുവാക്കി. എന്നിട്ട് ബാക്കി കൂടി കേട്ടോളൂ. ചില ആളുകൾ ചോദിക്കാണ്, ആ ബിലാലൊക്കെ അഹദ് അഹദ് അല്ലേ നെഞ്ചത്ത് പാറക്കല്ല് വെച്ചിടിച്ചിട്ടും അതുപോലെ പറഞ്ഞു പോലെ സക്കരിയ സലായിക്ക് വിളിക്കൂല, ഞാൻ വെട്ടാണെങ്കിൽ വെട്ടട്ടെ, കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ. അത് ശരിയാണ്, അത് ഞാൻ ചെയ്തിട്ടില്ല. 2 ഓപ്ഷൻ ഉണ്ടല്ലോ. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ അടുത്ത് വിചാരിച്ചോളി, അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ല. താനും നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കുവാൻ തന്നെ വല്ലവരും തയ്യാറാവുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്ന് പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. അപ്പൊ നിർബന്ധത്തിന് വഴങ്ങി കൊടുക്കാതെ കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ നിന്നു കൊടുത്താൽ തന്നെ നല്ലത്. എനിക്കത്ര ഈമല്ല എന്ന് വിചാരിച്ചോളി നിങ്ങള്. 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ അമ്മാർ ഇബ്നു യാസിറിനെ പോലെ വിചാരിച്ചോളി. എന്നിട്ട് ഇപ്പൊ എന്താ ഒരു ഈച്ചന്റെ ഹദീസ്. അതെന്താ? പണ്ടത്തെ ഒരു കഥ നബി പറഞ്ഞു കൊടുത്തതാ. ഒരു ബിംബം, ആ ബിംബത്തിന്റെ അടുത്തൊരു പോണോലോടൊക്കെ പറയും ഇതിന് എന്തെങ്കിലും ബലി കൊടുക്കാതെ വിടൂലാന്ന്. അങ്ങനെ 2 ആള് പോയപ്പോ 2 ആളോടും പറഞ്ഞു, അപ്പൊ ഒന്നും തരാൻ പറ്റില്ല, അല്ലല്ലാത്തവർക്ക് ബലി അർപ്പിക്കാൻ പറ്റൂല, ഒരു ഈച്ചനെങ്കിലും ബലി അർപ്പിക്കണം എന്നാണ്. അപ്പൊ ഒരാൾ ഒരു ഈച്ചയെ ബലി അർപ്പിച്ചു, അവന് വെറുതെ വിട്ടു. മറ്റവൻ പറഞ്ഞു എന്തായാലും ശരി ഞാൻ ബലി അർപ്പിക്കൂല, അവനെ കൊന്നു കളഞ്ഞു. അങ്ങനെ കൊല്ലപ്പെട്ടവൻ സ്വർഗത്തിൽ പോയി, ഈച്ചനെ ബലി കൊടുത്തവൻ നരകത്തിലും പോയി. ഇതല്ലേ സക്കരിയ സലാഹി മനസ്സിലാക്കേണ്ടത്? ആയത്ത് വിട്ടു, ഹദീസ് അടുത്ത്. പക്ഷെ ഹദീസ് ദുർബല. അത്
എന്നിട്ട് ജാമ്യന്ന് നോട്ട് കൊടുക്കുക, എന്നിട്ട് കുട്ടികൾ മിമ്പർമ കയറി ദുർബല ഹദീസ് വ്യാഖ്യാനിക്കുക. ഞാൻ കൽപ്പറ്റ പ്രസംഗിക്കാൻ ചെന്നപ്പോ അന്ന് അവിടെ പൊള്ളിയിച്ചേ. കാരണം എന്താ? ജാമ്യം കൊടുത്ത നോട്ടാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു വരെ എത്തുന്ന സനദേ ഇതിനുള്ളൂ, മൗഖൂഫാണ്. എന്ന് മാത്രല്ല, ഷെയ്ഖ് അൽബാനി പറയുന്നത് സൽമാൻ പണ്ട് ക്രിസ്ത്യാനിയായിരുന്നു, ക്രിസ്തീയ പുരോഹിതന്മാരിൽ നിന്ന് എടുത്തതായിരിക്കും ഇത് എന്നാണ് വ്യക്തമാകുന്നത്. കണ്ടങ്ങള്. ഇനി വേറെ ഒന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നത് മുൻകാല സമുദായങ്ങൾക്ക് നിർബന്ധിക്കപ്പെട്ട് കുഫർ ചെയ്താലും കുഫറായി തന്നെ കണക്കാക്കിയിരുന്നു. നമ്മുടെ ഉമ്മത്തിന് അത് ഒഴിവാക്കി. ഇന്നല്ലാഹ തജാവസ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് അള്ളാഹു വിടുതൽ നൽകിയിരിക്കുന്നു. അൽ ഖത, അബദ്ധത്തിൽ സംഭവിക്കുന്നത്, വന്നിസിയാൻ, മറവി പറ്റുന്നത്, വമസ്തുക്രിഹു അലൈഹി, നിർബന്ധിക്കപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് എന്റെ ഉമ്മത്തിന് വിട്ടുവീഴ്ചയുള്ളതാണ്. അതാണ് ഖുർആനിൽ ഇങ്ങനെ ആയത്ത് വരാൻ കാരണം. ഇല്ലാമൻ നുക്രിഹ വഖൽബു മുത്മഇന്നും ബിൽ ഈമാൻ. അപ്പൊ കുഫറിന്റെ വാക്ക് നിർബന്ധിച്ച് പറയിപ്പിച്ചാലും പഴയ കാലത്ത് അത് കുഫറായി തന്നെ കണക്കാക്കിയിരുന്നു. ഈ ഉമ്മത്തിൽ വിടുതിയുണ്ട്. ഈ വിഷയമൊക്കെ അള്ളാഹ് പഠിപ്പിക്കാനായിരിക്കും എന്നെ കൊണ്ട് അവർ വാക്ക് പറയിപ്പിച്ചത്. അവിടെ അയ്യപ്പാന്നുള്ളതിന് പകരം നാവൂർ വീരാനേ എന്ന് പറയിപ്പിക്കണ ഉദാഹരണം പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? ഏർവാടി കൊണ്ടുപോയിട്ട് ഒരാളെ നിർത്തിയിട്ട് ആ ജാറത്തിന്റെ അടുത്ത് വിളിക്കട ബാധിശാത്തങ്ങളെ രക്ഷിക്കണേ, ആ ഉദാഹരണത്തിന് പറഞ്ഞ് ഞാൻ അയ്യപ്പ എന്ന് പറഞ്ഞുപോയി. അള്ളാഹു ഒരു പക്ഷേ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാനായിരിക്കും. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, അത്ര വരെ എന്നെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കി, പുഴയില് വീണാൽ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ജിന്നിനെ വിളിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത്. ഇത് ശബാബ്. ശബാബ് വിചിന്ത അല്ല, ശബാബല്ല, ശബാബും വിചിന്തന പൊരുമാരി ആയതുകൊണ്ട് പേര്. സെപ്റ്റംബർ 28 ഇതിൽ പറയുന്നിട്ടോളി. പുതിയ വാദങ്ങൾ ആശങ്കാജനകം. കാസർഗോഡ് ആദർശപരവും സംഘടനാപരമായ കാരണങ്ങളാൽ പ്രസ്ഥാനത്തും പുറത്താക്കപ്പെട്ട സക്കരിയ സലാഹിയുടെ പുതിയ വെളിപ്പെടുത്തൽ ആശങ്കാജനമെന്ന് കാസർഗോഡ് സംഘടിപ്പിച്ച മുജാഹിദ് ആദർശ സമ്മേളനം അഭിപ്രായപ്പെട്ടു. പുഴയിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്നൊരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന വാദം അതിശയകരമാണ്. ദീർഘകാലം തൗഹീദി ജനകത്തുണ്ടായിരുന്ന സക്കരിയ സലാഹിയുടെ ആദർശമാറ്റത്തിന് പിറകിൽ ഗൂഢാലോചനയുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്ന പ്രസംഗകർ ചൂണ്ടിക്കാട്ടി. അപ്പോ പുഴയിൽ വീണ് മരിക്കാൻ നേരത്ത് ജിന്നെ കാക്കണേന്ന് പറഞ്ഞാൽ ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി പറയുന്നു എന്നാ ഇതിൽ എഴുതിയത്. പച്ച നുണ അച്ചടിച്ചു വിടുക. നമ്മൾ സത്യപ്രസ്ഥാനല്ലേ, സത്യം പറയാനല്ലേ നമ്മൾ ഈ വിചിന്തനം നടത്തുന്നത്. ഇത് കണ്ടിട്ട് ചില ആളുകൾ വിചിന്തനം നിർത്തി. ഈ പ്രസംഗം ഞാൻ നേരിട്ട് കേട്ടതാണ്. നിങ്ങൾ പച്ച കളവല്ലേ എഴുതി വിട്ടത്. GK പന്നൂർ അദ്ദേഹമാണ് എഡിറ്റർ. ഇതൊരു കോക്കസ് വിചിന്തനം ഹൈജാക്ക് ചെയ്തു. ഇപ്പോ CD ടവർ ഹൈജാക്ക് ചെയ്തു, സംഘടന ആദർശ ഹൈജാക്ക് ചെയ്തു, സംഘടന ആസ്ഥാനം ഹൈജാക്ക് ചെയ്തു, സംഘടനയുടെ പത്രവും ഹൈജാക്ക് ചെയ്തു. ഇത് അച്ചടിച്ചു വിടുക മാത്രമല്ല. ഇതിൽ കണ്ടങ്ങള് അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ മുജാഹിദ് കേരളം അനുവദിക്കില്ല. TP ശബാബിൽ 2002 വന്ന അതേ വാക്ക് 35 ആളെ പുറത്താക്കിയപ്പോ അവര് പറഞ്ഞ അതേ വാക്ക് അവരുടെ പഴയ വൈസ് പ്രസിഡന്റ് എഴുതുകയാണ്. അവരന്ന് മധ്യസ്ഥന്മാർക്ക് കൊടുത്ത പാനലിലെ വൈസ് പ്രസിഡന്റാണ് TP. അന്ധവിശ്വാസങ്ങൾ തിരിച്ചുകൊണ്ടുവരാൻ അനുവദിക്കണം. എന്താ അന്ധവിശ്വാസം? ഈ 10 കൊല്ലം പറഞ്ഞിട്ട് TPക്ക് മനസ്സിലായിട്ടില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിൻബലമുള്ള ഒരു കാര്യം ഒരിക്കലും അന്ധവിശ്വാസാവൂല. മടവൂരികളെ സംബന്ധിച്ചിടത്തോളം സിഹിർ ബാധിക്കും അന്ധവിശ്വാസം, ജിന്ന് ബാധിക്കും അന്ധവിശ്വാസം, മനുഷ്യന്റെ കൂടെ കരീനായിട്ടൊരു ശൈത്താനുണ്ട്, ഒരു മലക്കുണ്ട്, അന്ധവിശ്വാസം. അവർക്കൊക്കെ അന്ധവിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, മടവൂരികൾ എന്താണോ പറഞ്ഞത് അതാ അപ്പൊ ഇവരും പറയണത്. ഇവരിപ്പോ വലിയ യോഗ്യത എന്നല്ല. ഇപ്പൊ മടവൂരികൾ എന്താ പറഞ്ഞറിയോ? അബ്ദുൽ ജബ്ബാർ മൗലിയത് എഴുതിയ അന്ന് അത് ശിർക്കുണ്ട് എന്ന് അബ്ദുസ്സലാം സ്വല്ലി പറഞ്ഞു. ഇവർ പറഞ്ഞു ശിർക്കില്ല. എന്നിട്ട് അലിമദനിക്ക് മറുപടി, കരിമ്പുലാക്കലിന് മറുപടി, പഠിച്ചോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ശിർക്ക്? 5 കൊല്ലം കഴിഞ്ഞിട്ട് അതേ സലാം സ്വല്ലമിന്റെ വാദപ്പ പറയാം. അപ്പൊ തൗഹീദും ശിർക്കും മനസ്സിലാക്കുന്നതിൽ മടവൂരികളായ 3 സംഘം ആരൊക്കെ? അബ്ദുസ്സലാം സ്വല്ലമി, കരിമ്പുലാക്കൽ, അലിമദനി. ഈ 3 സംഘമാണ് അപ്പുറത്തുള്ളത്. ഇപ്പുറത്ത് ഈ 3 സംഘവും. അപ്പൊ ആ 3 സംഘമാണ് ഈ 3 സംഘത്തെക്കാൾ തൗഹീദ് മനസ്സിലാക്കിയെന്ന് അപ്പൊ വന്നത്. ഇപ്പൊ അവര് പറഞ്ഞതാണ് നിങ്ങൾ ഞങ്ങളെ മർക്കസ് ദേവന്റെ മുമ്പിൽ നേത്തടണം, ഞങ്ങള് ശിർക്കാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് കേറിയില്ല. 5 കൊല്ലങ്ങൾ ന്യായീകരിച്ചു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ അതേ വാദം ശിർക്ക് ശിർക്കെന്ന് സമ്മതിച്ചില്ലേ? ഒരു ഗതികേടാലോചിക്കും. ഇപ്പൊ ഇവർ പറഞ്ഞ വാദമൊക്കെ അത് ഞങ്ങൾ ഉമർ മൗലവിയുടെ തൗഹീദിലാണ്, ഞങ്ങൾ കുഞ്ഞീദ് മദിന്റെ തൗഹീദിലാണ്. അതന്നെ 2000 മടവൂരികളും പറഞ്ഞത്. അന്നത്തെ ശബാബ് എടുത്തു നോക്കിങ്ങള്. 2000 ശബാബ്. പിന്നെ സലാം സ്വലം എഴുതിയ പുസ്തകം തൗഹീദും നവയാഥാസ്ഥികര വ്യതിയാനും. അതിലുള്ള വാചകങ്ങൾ ഒട്ടും വ്യത്യാസമില്ലാതെയാണ് ഈ KKP അബ്ദുള്ള എന്ന മടവൂരിച്ചാരൻ്റെ ഒരു പുസ്തകം എഴുതി. അന്ധവിശ്വാസങ്ങളിലേക്ക് ഒരു പിൻവിളി എന്ന് പറഞ്ഞിട്ട്
ആ ചാരന്റെ ബുക്കിലുള്ള അതന്നെ പനീഫ് കായക്കൊടി അനസും പ്രസംഗിക്കുന്നത്. ഒരു ഗതികേട് ആലോചിച്ച് നോക്കി നിങ്ങള്. അതുകൊണ്ടാണ് ഞങ്ങൾ നവമടവൂരിസം എന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. വെറുതെ പറയല്ല സുഹൃത്തുക്കളെ. ഞാൻ പുഴയിൽ മുങ്ങിച്ചാകുമ്പോ അള്ളാനല്ലാതെ ജിന്നിനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. സംഗതി എന്താണെന്നറിയോ? ഞങ്ങൾ ഉമർ മൗലവിയുടെ തൗഹീദിലാണ് എന്ന് പ്രസംഗിച്ചിട്ട് ഇങ്ങനെ വിശദീകരിക്കാണ്. പുഴയിൽ ഒരാൾ വീണു, പുഴക്കരയിൽ ജോസഫിനെ കണ്ടു. ജോസഫ് ഏട്ടാ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. കാരണം ജോസഫ് വെള്ളത്തിൽ ചാടി കൈ പിടിച്ച് രക്ഷിക്കുന്നത് നമ്മൾ കാണുന്ന രൂപത്തിലാണ്. മൊയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചാലോ അത് ശിർക്കാണ്. കാരണം കാണുന്ന രൂപത്തിലല്ല മൊയ്യദ്ദീൻ ശൈഖ് വരുന്നതും രക്ഷിക്കുന്നതും. എന്നിട്ടൊരു കുസൃതി ചൊല്ലി അനസിന്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടേ സാന്നിധ്യം ഉറപ്പിച്ച് ശബ്ദം കേൾക്കുന്ന ദൂരത്തുണ്ടെങ്കിൽ ചോദിക്കാം, തെറ്റല്ല, കുറ്റകരമല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഒരു കുസൃതി ചോദ്യം. അപ്പൊ ആ പുഴക്കരയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ പരിധിയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ജിന്നെ എന്റെ കൈയൊന്ന് പിടിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാവോ? അങ്ങനെ ചോദിക്കാൻ പാടില്ല, ഹറാമാണ്. കാരണം അവിടെ ജിന്നുണ്ടെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. റസൂൽ ഒരിക്കലും ഒരു ഘട്ടത്തിലും ഒരു ജിന്നിനെയും നബിയും സാബത്തും വിളിച്ചിട്ടില്ല. ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്. അടുത്ത ചോദ്യം, അങ്ങനെ ഹറാമായ ഒരു കാര്യം ഒരാൾ ചെയ്തു എന്നാ അതിന്റെ ഹുക്കം എന്താ? സുബ്ഹാനല്ലാഹ്. ഒരാളൊരു അന്യ പെണ്ണിനെ കെട്ടിപ്പിടിച്ചങ്ങ് ചുംബിച്ചു, ഒതു മുറിയോന്ന് ചോദിച്ചു. എന്താ പറയാ? ആ ഒതു മുറിയും. അധികാരത്തോടു കൂടി പെണ്ണെ കെട്ടിപ്പിടിച്ച ഒതു മുറിയില്ലേ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഹറാമായ ഒരു കാര്യം ചെയ്യേണ്ട ഹുക്കം ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഹുക്കം ചോദിച്ചതാ. അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോണ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, പുഴയിൽ വീഴുമ്പോ ജിന്നിനെ വിളിച്ച ശിർക്കല്ല. അപ്പൊ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ശിർക്കല്ല എന്നപ്പോ തെറ്റല്ല. ഇപ്പൊ വ്യഭിചാരം ശിർക്കല്ല എന്നാ വ്യഭിചരിക്കാന്നാ? മദ്യപാനം ശിർക്കല്ല, മദ്യപിക്കാന്നാ? ശിർക്കല്ല എന്നാ ശിർക്കല്ലാത്ത ഒരുപാട് കാര്യമില്ല. ഹറാം ഉണ്ടാവും, കുഫർ ഉണ്ടാവും, പലതും ഉണ്ടാവൂലേ? അപ്പൊ സുഹൃത്തുക്കളെ, എന്നെ കൊണ്ടത് പറയിപ്പിക്കണം എന്തിനാണെന്നറിയോ? ഞാൻ അവിടെ ശിർക്കാണെന്ന് പറഞ്ഞാൽ അപ്പൊ അടുത്ത ചോദ്യം വരും, ഓ അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ പുഴക്കരയിൽ ഒരു ജിന്നുണ്ട് എന്ന് വിളിച്ചാൽ ശിർക്കാവൂല, അല്ല ശിർക്കാണ്. അപ്പൊ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാലും ശിർക്കാവൂലേ? മരുഭൂമിയിൽ ജിന്ന് കേൾക്കുന്നു വിചാരിച്ചു, മലക്ക് കേൾക്കുന്നു വിചാരിച്ച് വിളിച്ചാൽ ശിർക്കല്ല, നിങ്ങളല്ലേ പറഞ്ഞത്? അപ്പൊ അതും ശിർക്കാണ്. അതോടുകൂടി എന്തായി? ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ ഇക്കാലം വരെ ശിർക്കല്ലാന്ന് ഞാൻ ശിർക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ യാ ഇബാദല്ലാഹ് ശിർക്കാണ്. ഓ അപ്പൊ ഇമാം അഹ്മദും ഇമാം ബൈഹഖിയും ഇമാം തബറാനി ഇവരൊക്കെ യാ ഇബാദല്ലാഹ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ശിർക്കാ ചെയ്തത്? ആ ശിർക്കാണ്, മൂന്നാമത്തെ ശിർക്ക്. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ 2012 വരെ അത് ശിർക്കല്ല നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളെ തൗഹീദിൽ മാറ്റം വന്നോ? നിങ്ങളെ തൗഹീദിൽ എങ്ങനെ വിശ്വസിക്കുക? 2012 വരെ നിങ്ങൾ ശിർക്കിലായിരുന്നോ? ഇങ്ങനെ പരമ്പരയായിട്ട് ചോദ്യം വരാണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. അതിന്റെ പേരിൽ ഇപ്പോ പുഴയിൽ വീണാൽ ജിന്നിനെ വിളിക്കാമെന്ന് സക്കരിയ സലാഹി പറയുന്നു. എന്നിട്ട് പറയുന്നത് എന്താ അറിയോ? ഇതാണ് സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി. ഇതിനെ പുറത്താക്കി എത്രയോ കഴിഞ്ഞിട്ട് പറഞ്ഞതാ. അപ്പൊ പിന്നെ ഇതിനെ പുറത്താക്കി, അതുവരെ ശിർക്കില്ലെങ്കിൽ നോക്കണങ്ങള്. ശിർക്ക് ഇപ്പോൾ ഉണ്ടാക്കുക, വിശദീകരണ യോഗത്തിൽ ക്ലിപ്പ് മുറിച്ചിട്ട് ശിർക്കിന് തെളിവുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ആ പുഴയിൽ വീണ സംഭവം അതാണ്. അത് ഞാൻ പറയുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. ക്ലിപ്പ് കട്ടുമുറിക്കൽ എങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. അഭൗതിക സൃഷ്ടികളല്ലേ, അഭൗതിക സൃഷ്ടികളോട് സഹായം ചോദ്യം ശിർക്കല്ലേ എന്നാ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ്. അതൊന്നും കണ്ണ് കാണാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശിർക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ ശിർക്കാണ്, കാരണം അത് കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താന്ന് അർത്ഥം അല്ല. അത് മാത്രമല്ല, അതിനർത്ഥം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുക എന്നാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നതും. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂഉ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു. ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നു ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ ആ വിളി കൊണ്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ. അയാളൊരു ഹറാമ് ചെയ്തു,
വസീലയിൽ ശിർക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കാരണം എന്താ? ഇവിടെ എന്റെ ഒച്ച കേൾക്കുന്നത് ഇപ്പരിധിയിലുണ്ട് എന്നാണ് അയാളെ മനസ്സിലുള്ളത്. അപ്പോ മനസ്സിൽ അഖസാകായത്തിൽ